മക്കളെ ക്രാഷിൽ ഒബ്ജക്റ്റീവ് ബാങ്ക് ഇതാ കൊടുത്തു തുടങ്ങി. ഒബ്ജക്റ്റീവ് ബാങ്ക് കൊടുത്തു. ഒബ്ജക്റ്റീവ് ബാങ്കിന്റെ ക്ലാസ്സുകളാണ് പോകുന്നത്. ഇനി ഇത് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് ഇതാ Q&A സെഷൻ വരുന്നുണ്ട്. ഓക്കെ, Q&A സെഷൻ വരുന്നത് കഴിഞ്ഞാൽ നമുക്ക് ക്ലാസ്സും സബ്ജക്റ്റ് ഒക്കെ എടുക്കാൻ ആർക്കും പറ്റും. പക്ഷേ ആ പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കാനും ആ ചോദ്യങ്ങൾ അതിനെക്കുറിച്ച് ക്ലാസ് തരാൻ പറ്റുന്ന ചോദിക്കുന്ന കുട്ടികൾക്കാണ് ആൻസേഴ്സ് വെരി 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 ഇമ്പോർട്ടന്റ് ആണ്. Q&A NIOS-ൽ രജിസ്റ്റർ ചെയ്തു, പക്ഷേ തിരക്ക് കാരണം പഠിക്കാൻ പറ്റിയില്ലല്ലേ? ഇനി വിഷമിക്കേണ്ട, കാരണം ഇനി നിങ്ങൾക്ക് 6 മാസത്തെ സിലബസ് വെറും 1 മാസം കൊണ്ട് ക്രാക്ക് ചെയ്യാം, അതും ആദിൽ സാറിന്റെ ബാസ് ക്രാഷ് കോഴ്സിലൂടെ. സോ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ. ബാസ് സ്റ്റഡി സെന്റർ, കോർപ്പറേറ്റ് ഓഫീസ്, G3104, JNIS, കലൂർ, കൊച്ചി 682017. ഹലോ എവരിവൺ, ബാസ് സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. NIOS ഏപ്രിൽ 2025 പരീക്ഷ എഴുതാൻ പോണ കുട്ടികളാണ് ഇപ്പം എൻ്റെ മുമ്പിലൊക്കെ നിൽക്കുന്നത് അല്ലേ. എല്ലാവരും പരീക്ഷ അടുത്തു എന്നാൽ ഒന്നും പഠിച്ചിട്ടില്ല, ആ ഒരു മൈൻഡിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. സോ നമ്മളിന്നൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു പരീക്ഷയ്ക്ക് എല്ലാവർക്കും ജയിക്കാൻ പറ്റും, ആരും തോൽക്കില്ല. അതെങ്ങനെയെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. NIOS ഏപ്രിൽ 2025 പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് +2 സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, SSLC ഏത് ബാച്ചുള്ള കുട്ടികളായിക്കോട്ടെ, നമ്മളൊന്നും പഠിച്ചിട്ടില്ല എന്ന എക്സാമിനേഷൻ ഈ മാർച്ച് 17 തൊട്ട് നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ, അടുത്ത മാസം നമ്മുടെ തിയറി എക്സാമിനേഷൻ വരാൻ പോവാണ്. ഇനി ഈ ഒരു മാസം സമയം നമുക്ക് പൂർണ്ണമായിട്ടില്ല, ഒരു 20-22 ദിവസം കൊണ്ടൊക്കെ എനിക്കിത് പഠിച്ച് തീർക്കാൻ പറ്റുമോ, ഇനി ഞാൻ ഏതാ പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഈ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പായിട്ടൊരു 80+ മാർക്ക്, ഒരു 80+ മാർക്ക് എനിക്ക് നേടാൻ സാധിക്കുമോ, ഇങ്ങനെയുള്ള ഒരുപാട് കൺസേൺസ് നമ്മൾ കുട്ടികൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ബാസിന്റെ ക്രാഷ് കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ബാസിന്റെ ക്രാഷ് കോഴ്സ് ഓരോ പ്രാവശ്യം കൊണ്ടുവരുമ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ 2 കൈ നീട്ടിയാണ് സ്വീകരിക്കാറുള്ളത്. കാരണം അതൊരു പ്രതീക്ഷയാണ്. നമ്മൾ ക്രാഷ് കോഴ്സ് എന്ന് പറയുന്ന ആ ഒരു കപ്പലിലോട്ട് കയറുന്ന കുട്ടികൾ ആരും തന്നെ കടലിന്റെ നടുക്കടലിലോട്ട് ചാടേണ്ട ആവശ്യമുണ്ടാവില്ല. നമ്മൾ അവരൊരു കരയിലോട്ട് കൊണ്ടുപോയി ചേർക്കുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ 4 സീസണുകളിലും നമുക്ക് 100% വിജയം കിട്ടി ക്രാഷ് കോഴ്സിൽ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ നമ്മുടെ ജൈത്ര യാത്ര സീസൺ 5 ആരംഭിച്ചിട്ടുണ്ട്. സീസൺ 5 ഇതുവരെ 4 സീസണുകളിലേറെ കുട്ടികൾ നമ്മളത് സീസൺ 5 വന്നു. ഒരു ബാച്ച് ഫില്ലായി, 2 ബാച്ച് ഫില്ലായി. ഇപ്പോൾ നമ്മുടെ 3ാമത്തെ ബാച്ചിന്റെ ലാസ്റ്റ് ഘട്ടം, അവസാന ഘട്ടം അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഒരുപാട് കുട്ടികളാണ് ഇതിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതിൽ റീസെന്റ് ആയിട്ട് 1-2 കുട്ടികൾ പറഞ്ഞിട്ടുണ്ട്, സാറേ വിളിച്ചിട്ട് കിട്ടുന്നില്ല, അതേപോലെ മെസ്സേജ് അയച്ചിട്ട് പ്രോപ്പർ റിപ്ലൈ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞു. മക്കളെ, ഒരുപാട് കുട്ടികൾ നമ്മുടെ സിസ്റ്റത്തിലോട്ട് വരുന്നുണ്ട്, ക്രാഷിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവരോടും സംസാരിച്ചിട്ടും അവർക്ക് മെസ്സേജ് അയച്ചിട്ടൊക്കെയാണ് ഈ ഒരു ക്രാഷ് കോഴ്സ് കൊടുക്കുന്നത്. അപ്പോൾ അതിനൊരു ഡിലേ വന്നതുകൊണ്ടാണ്. അപ്പോൾ ടെൻഷൻ അടിക്കേണ്ട, ഒരു മെസ്സേജ് എങ്കിലും നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിന്റെ ഈ നമ്പറിലോട്ട് നിങ്ങൾ അയച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 1 to 2 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് നമ്മൾ തിരിച്ച് കോൺടാക്ട് ചെയ്യും. മാത്രമല്ല, നമ്മൾ ഇതുവരെ കൊടുത്തിട്ടുള്ള എല്ലാ ക്ലാസ്സും നമ്മുടെ കുട്ടികളോട് ഉറപ്പാക്കും. എല്ലാ ക്ലാസ്സും നിങ്ങൾക്ക് തരും, ഒരു ക്ലാസ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോവില്ല. ഓക്കെ, അപ്പോൾ ഇനിയും ബാസിന്റെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് താഴെ കാണുന്ന നമ്പറോട്ട് വിളിച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, സയൻസ് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ്, ഫിസിക്സ് ആണ് ടഫ്, കെമിസ്ട്രി ടഫ്, ബയോളജി, മാത്സ് ഏതാ ടഫ് അത് മാത്രം എടുത്ത് പഠിക്കാനുള്ള സംവിധാനം ഉണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ബാച്ച് മൊത്തമായിട്ട് എടുക്കണം. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് സബ്ജക്ട്സ് ഓപ്റ്റ് ചെയ്ത് പഠിക്കാനുള്ള സൗകര്യം നമ്മൾ ഒരുക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറോട്ട് വിളിച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ഏപ്രിൽ 2025 പരീക്ഷ എടുക്കാറായി എന്ന് പറയും. അപ്പോൾ നമുക്കിതാ ഇപ്പോൾ ഒരു ചൂടൊക്കെ വന്നു. ഇപ്പോൾ എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ എന്തായാലും നമുക്ക് ടെൻഷൻ ഉണ്ടാവും. കാരണം എന്താ, ഇനിയിപ്പോൾ നമ്മളൊന്നും പഠിച്ചിട്ടില്ല. നോർമലി നമ്മുടെ കുട്ടികളൊക്കെ 10ാം ക്ലാസ്സും +1+2 കുട്ടികളൊക്കെ വന്ന് പരീക്ഷ ഹാളിലാണ്. എല്ലാവരും പരീക്ഷ എഴുതാൻ പോകുന്ന സമയമാണ്. ഈ ഒരു മാസം എന്നൊക്കെ പറയുന്നത് പരീക്ഷയുടെ സമയമാണ്. അപ്പോൾ നമ്മുടെ എക്സാമിനേഷൻ അടുത്ത മാസമാണ് വരുന്നത്. സോ അടുത്ത മാസം വരുമ്പോൾ നമുക്ക് ഈ ഒരു പരീക്ഷ, ഏപ്രിൽ മാസത്തിൽ ഈ ഒരു പരീക്ഷ വരുമ്പോൾ ഞാനിതൊന്നും പഠിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരു രീതി, അല്ലെങ്കിൽ നമുക്കിത് പഠിക്കാം. നമ്മൾ മറ്റുള്ള കുട്ടികളെ പോലെ, നോർമലി നമ്മൾ പരീക്ഷ എഴുതുന്ന കുട്ടികളെ പോലെയല്ല. നമ്മുടെ കുട്ടികൾ എന്ന് പറയുന്നത് സമയം വളരെ കുറവുള്ള കുട്ടികളായിരിക്കും, സമയം പരിമിതികൾക്ക്. അതുപോലെ തന്നെ പ്രവാസികൾ, ഈ ഒരു പരീക്ഷക്കായിട്ട് നാട്ടിലോട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്നവർ, അതുപോലെ തന്നെ ഒരുപാട് മറ്റുള്ള ജോബ് കാരണോ അല്ലെങ്കിൽ മറ്റുള്ള തിരക്ക് കാരണമോ ഒക്കെ നമ്മളെ പഠനമൊക്കെ മുടങ്ങി, അല്ലെങ്കിൽ പഠനം എപ്പോഴും നമ്മളിത് എടുക്കുമ്പോഴും പഠിക്കാനൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല, പഠിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒത്തിരി കുട്ടികളാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്കറിയാം ഈ ഒരു ഏപ്രിൽ 2025 എക്സാമിനേഷൻ നമുക്കിത് പാസ്സാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി നമ്മുടെ മുമ്പിലുള്ളത് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ്. ഈ ഒരു ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും, മാത്രമല്ല ഈ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ കുട്ടികളും വിജയിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ തന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് നമ്മുടെ വീഡിയോ നോക്കാം. ഇപ്പോൾ NIOS ഏപ്രിൽ 2025 കുട്ടികൾക്ക് വേണ്ടി ആരും തോൽക്കില്ല മീൻസ് ഓൾ പാസ്, എല്ലാവരും പാസ്സാവണം, എല്ലാവരും വിജയിക്കണം. സോ എല്ലാവരും വിജയിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ പറയുന്ന ടിപ്സും ട്രിക്സുകളാണ് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇതുവരെ നമ്മൾ ഈ ഒരു
പുതിയ സ്റ്റഡി പ്ലാൻ ഏപ്രിൽ 2025 വേണ്ടി ഞാനൊരു സ്റ്റഡി പ്ലാൻ ലോഞ്ച് ചെയ്യുന്നു. വൻ സ്വീകരണം നമ്മൾ സ്റ്റഡി പ്ലാനിന് കിട്ടിയത്. ഒരുപാട് കുട്ടികൾ ആ സ്റ്റഡി പ്ലാൻ വെച്ചിട്ടാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സോ സ്റ്റഡി പ്ലാനിന് ശേഷം ഞാൻ ഓരോ സബ്ജക്റ്റിൻ്റെ ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷ്, മലയാളം, സോഷ്യോളജി, പൊളിറ്റിക്സ്, ഹിസ്റ്ററി ഇങ്ങനെയൊക്കെയുള്ള ഓരോ സബ്ജക്ട്സിൻ്റെ നമ്മളിതാ ക്ലാസ്സുകളും അതിൻ്റെ എങ്ങനെ പഠിക്കണം എന്നുള്ളത് ഒരു ക്ലാസ് നമ്മൾ ഒരു സബ്ജക്റ്റിനെ കുറിച്ചിട്ട് എങ്ങനെയാണ് അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത് എന്നുള്ളതും അവിടെ ഏതൊക്കെയാണ് പഠിക്കാൻ ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ സെക്കൻഡ് പാർട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു ചാപ്റ്റർ ഓരോ സബ്ജക്റ്റിൽ നിന്നും ഒരു ചാപ്റ്റർ എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് പഠിക്കേണ്ട ഒരു രീതി പറഞ്ഞു തരുന്നുണ്ട്. സോ ഇങ്ങനെയാണ് നമ്മളിത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇനിയും നമുക്ക് ക്ലാസ്സുകൾ വരാണ്ട് നമുക്കറിയാം കുട്ടികൾ അക്കൗണ്ടൻസി ചോദിച്ചിട്ടുണ്ട്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, അങ്ങനെ ബിസിനസ് സ്റ്റഡീസ് ഒക്കെ ഒരുപാട് പേപ്പേഴ്സ് എന്നോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. മക്കളെ തീർച്ചയായിട്ടും ഞാൻ ഇതെല്ലാം ചെയ്തു തരും. സോ 1 by 1 ഈസ് വെയിറ്റിംഗ് ഫോർ യു. നമ്മളിതെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ചാനലിൽ നോക്കിയാൽ മതി. ഇപ്പോൾ ഏപ്രിൽ 25 വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാ ക്ലാസ്സുകളും ചെയ്യുന്നത്. സോ ആ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്തോ, നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആവും. ഓക്കെ, ഇനി നമ്മൾ ആദ്യം തന്നെ നോക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഈ നമ്മുടെ മുമ്പിലുള്ള കടമ്പകൾ എന്ന് പറയുന്നത് മാർച്ച് 17 നമുക്ക് വരുന്ന പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ആണ്. സോ മാർച്ച് 17 തൊട്ട് നമ്മൾ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. സോ പ്രാക്ടിക്കൽ ആർക്കൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഫിസിക്സ്, അതേപോലെ തന്നെ കെമിസ്ട്രി, ബയോളജി, അതേപോലെ തന്നെ ഹോം സയൻസ്, അതേപോലെ SSLCയിലാണെന്നുണ്ടെങ്കിൽ സയൻസ് ആൻഡ് ടെക്നോളജി, മാത്സ്, ഇങ്ങനെയൊക്കെയുള്ള സബ്ജക്ട്സ്, അതേപോലെ ഡാറ്റ എൻട്രി, ഇങ്ങനെയൊക്കെയുള്ള സബ്ജക്ട്സ് എടുത്ത കുട്ടികൾക്ക്, കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ എടുത്ത കുട്ടികൾക്കാണ് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഉണ്ടാവുക. സോ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഈ മാസം തുടങ്ങിക്കോട്ടെ. ഈ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ വരുമ്പോൾ കുട്ടികൾക്ക് പേടിയാണ്, ഇതിൽ ഞാൻ എന്തൊക്കെ പഠിക്കേണ്ട, അതിനെന്തെങ്കിലും പറഞ്ഞതൊക്കെ എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പ്രാക്ടിക്കൽ ഒരു വീഡിയോ ചെയ്യുന്നത്. മക്കളെ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടാണെന്ന് വിചാരിക്കുന്നുണ്ട്. പ്രാക്ടിക്കലിനെ കുറിച്ച് ഒരു ടെൻഷൻ അടിക്കേണ്ട, പ്രാക്ടിക്കൽ വെരി ഈസിയാണ്. സോ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ റെക്കോർഡ് ബുക്ക് തയ്യാറാക്കുക, റെഡിയാക്കി വെക്കുക. ഈ പരീക്ഷ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ സ്റ്റഡി സെൻറ്റർ ഡേറ്റ് ഒന്നുണ്ടാവും. ആ ഡേറ്റിൽ നിങ്ങൾ ഈ റെക്കോർഡ് ബുക്ക് കൊണ്ടുപോകുക. അതിന് നമുക്ക് മാർക്ക് കിട്ടും. അതേപോലെ തന്നെ നമ്മൾ മുമ്പേ ചെയ്ത് വെച്ച നമ്മുടെ PCP ഉണ്ട്, PCPൻ്റെ മാർക്ക് നമുക്ക് കിട്ടും. സോ അത് പകുതി മാർക്ക് നമുക്ക് അങ്ങനെ സ്കോർ ചെയ്യാൻ പറ്റും. ഫൈനലി റെക്കോർഡും നമ്മുടെ ആ ഒരു വൈവയും വെച്ചിട്ട് നമുക്ക് പകുതി മാർക്ക്, ഇപ്പോൾ 20 മാർക്കാണെങ്കിൽ 10 മാർക്ക് ഇവിടെയും 10 മാർക്ക്, അങ്ങനെ 20 മാർക്ക് നമുക്ക് ഇങ്ങനെ സ്കോർ ചെയ്യാൻ പറ്റും. സോ ഈ ലാബ് എക്സാം എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഈസ് എ ഡെമോൺസ്ട്രേഷൻ ആണ്. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് പോയിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്യുക. അത് എല്ലാ പരീക്ഷയും നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഇത് നല്ല മാർക്കോട് കൂടിയിട്ട് വിജയിക്കാൻ പറ്റും. അപ്പോൾ ആ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ്റെ കാര്യത്തിൽ എൻ്റെ കുട്ടികൾ ആരും എന്ത് ചെയ്യേണ്ട, ടെൻഷൻ അടിക്കേണ്ട. ഇറ്റ്സ് വെരി ഈസി. ഓക്കെ, നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് നമ്മുടെ തിയറി എക്സാമിനേഷൻ ആണ്. ഓക്കെ, ഏപ്രിൽ 2nd വീക്കിലാണ് നമ്മുടെ തിയറി എക്സാമിനേഷൻ. അതായത് ഈ പ്രവാസികളൊക്കെ ഈ പബ്ലിക് എക്സാം തിയറി എക്സാമിന് വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏപ്രിൽ 2nd വീക്ക് ഒരു 7ാം തീയതി 8ാം തീയതി ആകുമ്പോഴാണ് നമ്മുടെ പരീക്ഷ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ 2nd വീക്ക് തൊട്ട് നമുക്ക് ഏകദേശം മെയ് 25 വരെയൊക്കെ നമ്മുടെ എക്സാമിനേഷൻ ഉണ്ടാവും. പ്രോബ്ലി കഴിഞ്ഞ മാസം ഡേറ്റ് ഒക്കെ അങ്ങനെയാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു അസംഷനിലാണ് പറയുന്നത്. ഏകദേശം ആ ടൈമാണ്, ഏപ്രിൽ 2nd വീക്കാണ് നമ്മുടെ എക്സാമിനേഷൻ വരാൻ പോകുന്നത്. സോ ആ ടൈമിലോട്ട് നിങ്ങൾ ഡേറ്റ് ഷെഡ്യൂൾ ചെയ്ത് വരിക. അതുപോലെ പ്രാക്ടിക്കൽ എക്സാമിനേഷനൊക്കെ വരാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ഈ ഒരു ഡേറ്റ് വെച്ചിട്ട് നിങ്ങൾ വരാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്കുള്ള സബ്ജക്ട്സ് ഡേറ്റ് ഷീറ്റ് ഒക്കെ എന്തായാലും ഇനിയിപ്പോൾ നമ്മുടെ തിയറി ഡേറ്റ് ഷീറ്റാണ് വരാനുള്ളത്. നമുക്ക് എന്തായാലും അടുത്ത ആഴ്ചയൊക്കെ നമ്മുടെ ഡേറ്റ് ഷീറ്റ് വരും. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ ടെൻഷൻ. ഡേറ്റ് ഷീറ്റ് വന്നു കഴിഞ്ഞാൽ ഡേറ്റിനനുസരിച്ച് നിങ്ങൾക്ക് ലീവ് എടുത്ത് പോന്നാൽ മതി. സോ നിങ്ങളുടെ എക്സാം എപ്പോഴാണ് നോക്കിയിട്ട് അനുസരിച്ച് ലീവ് എടുത്ത് പോരാൻ പറ്റും. സോ ഈ ഒരു തിയറി എക്സാമിനേഷൻ 2nd വീക്കിലുള്ള നമ്മുടെ തിയറി എക്സാമിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിക്കേണ്ട പാറ്റേൺ ആണ് പറയുന്നത്. സോ ഇതുപോലെ മാത്രം മക്കൾ ചെയ്താൽ മതി. ഫുള്ളായിട്ട് ഇനി ഇരുന്ന് പഠിക്കാൻ സാധിക്കില്ല, കാരണം നമുക്ക് സമയമല്ല. സോ +2 നിങ്ങളൊരു സബ്ജക്റ്റ് അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ നിങ്ങൾ സബ്ജക്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ +2 തന്നെ നമുക്കറിയാം +1ൻ്റെയും +2ൻ്റെയും മൊത്തം ചാപ്റ്റേഴ്സ് ഒരു 22-23 ചാപ്റ്റേഴ്സ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ടാവും. സോ അത് സോഷ്യോളജി, പൊളിറ്റിക്സ്, ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ. സോ പബ്ലിക് എക്സാമിനേഷൻ ടോപ്പിക്കാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ആ പബ്ലിക് എക്സാമിനേഷൻ ടോപ്പിക്കിന് ഫുള്ളായിട്ട് ചാപ്റ്റേഴ്സിലോട്ട് ഇപ്പോൾ ബേസിക് ടോപ്പിക്സ് ആയിട്ട് പോകണ്ട. നിങ്ങളിപ്പോൾ നോക്കേണ്ടത് മാർക്ക് വെയിറ്റേജ് കൂടുതലുള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് നോക്കുക. ഓക്കെ, ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന ചാപ്റ്റർ ചിലപ്പോൾ ഈ ഒരു 22 ഒരു 6 ചാപ്റ്റർ പഠിച്ചാൽ തന്നെ നമുക്ക് ഒരു 50-60 മാർക്ക് നേടാനുള്ള ചാപ്റ്റേഴ്സ് അതിലുണ്ടാവും. സോ അത് ഞാൻ ഇപ്പോൾ ക്രാഷ് കോഴ്സിലോട്ടൊക്കെ ജോയിൻ ചെയ്യാൻ പറഞ്ഞു. ക്രാഷ് കോഴ്സിൽ നമ്മൾ കൊടുക്കുന്നതൊക്കെ വെയിറ്റേജ് ഉള്ള കണ്ടന്റുകളാണ്. സോ അതുകൊണ്ടാണ് ക്രാഷിൽ വരുന്ന കുട്ടികൾക്ക്, ഒന്നും പഠിക്കാത്ത ആളുകൾക്കും ആ ഒരു പാറ്റേൺ മാത്രം ഫോളോ ചെയ്യുക. അതിൽ കൊടുക്കുന്ന ക്രാഷിൽ ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന എന്താ, ക്രാഷിൽ നമ്മൾ ഒരു കുട്ടി ക്രാഷിലോട്ട് വരുമ്പോൾ എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, സാർ ക്രാഷിനെ കുറിച്ച് ഒന്നും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് ചോദിക്കുന്നുണ്ട്. ക്രാഷ് ഒന്നുമില്ല മക്കളെ, അതൊരു മാജിക് അല്ല, ഒരു മന്ത്രമല്ല, അതൊരു ഡെഡിക്കേഷൻ, ഒരു കമ്മിറ്റ്മെന്റ്, ഒരു എഫേർട്ടാണ്. അതിൻ്റെ ഔട്ട്പുട്ടാണ് നമുക്ക് ക്രാഷ് കിട്ടുക. ക്രാഷ് ഈസ് 100% സക്സസ് ബാച്ചാണ് ക്രാഷ് എന്ന് പറയുന്നത്. സോ ക്രാഷ് നമ്മൾ കൊടുക്കുന്നത് ബേസിക് ടോപ്പിക്സുകളാണ്. ബേസിക് ടോപ്പിക്സുകൾ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഞാൻ ഈ പറഞ്ഞ ഏറ്റവും വെയിറ്റേജ് കൂടിയ 6 ചാപ്റ്ററാണ് ഞാൻ ബേസിക് ടോപ്പിക്സുകൾ. 6 ടോപ്പിക്ക് 4 ടോപ്പിക് കണ്ടന്റ് ആയിട്ട് ഈ 4 ടോപ്പിക്ക് കൊടുക്കും. ആ 4 ടോപ്പിക്കിൽ നിന്ന് തന്നെ പബ്ലിക് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മളവിടെ ഒബ്ജക്റ്റീവ് സെഷൻ, ഇപ്പോൾ നമ്മൾ നിലവിൽ നമ്മുടെ കുട്ടികൾക്ക് ഒബ്ജക്റ്റീവ് സെഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മക്കളെ ക്രാഷിൽ ഒബ്ജക്റ്റീവ് ബാങ്ക് ഇതാ കൊടുത്തു തുടങ്ങി. ഒബ്ജക്റ്റീവ് ബാങ്ക് കൊടുത്തു. ഒബ്ജക്റ്റീവ് ബാങ്കിന്റെ ക്ലാസ്സുകളാണ് പോകുന്നത്. ഇനി ഇത് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് ഇതാ Q&A സെഷൻ വരുന്നുണ്ട്. ഓക്കെ, Q&A സെഷൻ വരുന്നത് കഴിഞ്ഞാൽ നമുക്ക് മോഡൽ എക്സാം വരുന്നുണ്ട്. സോ ഇതൊക്കെയാണ് നമ്മൾ ക്രാഷിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ബേസിക് 6 ചാപ്റ്റേഴ്സിന്റെ 4 ടോപ്പിക്സ് കണ്ടന്റുകൾ നമ്മളെ ക്രാഷിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ കുട്ടികളൊക്കെ സക്സസ് ആയിട്ട് അത് ചെയ്തു. അപ്പോൾ ഇന്നും ക്രാഷിലോട്ട് ഒരുപാട് കുട്ടികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സോ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്കൊക്കെ നമ്മൾ ഇതുവരെ പോയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് തരും. സോ ആ ക്ലാസ് അറ്റൻഡ് ചെയ്യും. ഈ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മുടെ ഒബ്ജക്റ്റീവ് ബാങ്ക് എടുത്തിട്ട്
കാര്യമുള്ളൂ. കാരണം ഒബ്ജക്റ്റീവ് ബാങ്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കുറച്ച് അറിഞ്ഞിരിക്കണം. സോ ഇപ്പം നമുക്ക് ക്രാഷിൽ ഒബ്ജക്റ്റീവ് ബാങ്ക് ആണ് പോകുന്നത്. ഒബ്ജക്റ്റീവ് ബാങ്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒബ്ജക്റ്റീവ് ബാങ്കിൽ നമ്മൾ കൊടുക്കുന്നത് മാച്ച് ദ ഫോളോയിങ്, FAB ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, MCQ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ, ട്രൂ ഓർ ഫാൾസ്, വൺ വേർഡ്, ഇങ്ങനെ നമുക്ക് വരുന്ന 50 മാർക്കിന്റെ ചോദ്യങ്ങൾ, അതിൻ്റെ ഉത്തരങ്ങൾ. അതായത് ഇതൊരു ബാങ്കാണ്. ഇത് നമ്മുടെ ഈ പബ്ലിക് എക്സാമിനേഷൻ്റെ 22 ചാപ്റ്റേഴ്സിന്റെ മൊത്തം ഭാഗങ്ങൾ എടുത്തിട്ട് അതിന് നമുക്ക് വരാൻ പോകുന്ന പോസിബിലിറ്റീസ് ഉള്ള എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് ബാങ്ക് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, ഒബ്ജക്റ്റീവ് ബാങ്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. സോ ഈ ഒരു ഒബ്ജക്റ്റീവ് ബാങ്ക് എന്ന് പറയുന്നത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് ഏകദേശം എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് കിട്ടിയത് ഈ ഒരു ഒബ്ജക്റ്റീവ് ബാങ്ക് പഠിച്ച കുട്ടികൾ. നമ്മൾ ബാസിൻ്റെ ഒബ്ജക്റ്റീവ് ബാങ്ക് ഒക്കെ പഠിച്ച കുട്ടികൾക്ക് ബെനിഫിറ്റ് എന്ന് വെച്ചാൽ അതിന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വന്നതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് നല്ല മാർക്കോട് വിജയിക്കാൻ പറ്റി. സോ ഈ ഒബ്ജക്റ്റീവ് ബാങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന എല്ലാ ക്വസ്റ്റ്യൻസുകൾ, അതായത് MCQ, മാച്ച് ഫോളോയിങ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, അത് ട്രൂ ഓർ ഫാൾസ്, വൺ വേർഡ്, ഇതെല്ലാം ഈ ഒരു ഒബ്ജക്റ്റീവ് ബാങ്കിൽ ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ ക്രാഷിൽ നിലവിൽ ഈ ഒരു ഒബ്ജക്റ്റീവ് ബാങ്കാണ് പോകുന്നത്. അപ്പോൾ ക്രാഷിൽ ഇപ്പോൾ അഡ്മിഷൻ എടുത്ത കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, നിങ്ങൾ ഈ ബേസിക് ടോപ്പിക്സുകളൊക്കെ ഇപ്പം ഇന്നൊക്കെ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾ, ഇതുവരെ അഡ്മിഷൻ എടുത്ത കുട്ടികളൊക്കെ ഈ 6 ചാപ്റ്റേഴ്സിൻ്റെ കണ്ടന്റുകൾ കൊടുക്കുക. ഈ കണ്ടന്റുകൾ നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക. ഇനി അതിൽ ഞാൻ കുറച്ചുകൂടി കണ്ടന്റുകൾ ആഡ് ചെയ്ത് തരുന്നുണ്ട്. സോ അതും കൂടി നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. സോ മാർക്ക് വെയിറ്റേജ് നോക്കിയിട്ടാണ് കണ്ടന്റ് തരുന്നത്. അതേപോലെ തന്നെ ഒബ്ജക്റ്റീവ് ബാങ്ക് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഒബ്ജക്റ്റീവ് ബാങ്ക് കിട്ടുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത്, എൻ്റെ ക്രാഷിൻ്റെ കുട്ടികൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ, ഒബ്ജക്റ്റീവ് ബാങ്കിൽ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് ആ ക്ലാസ് ഒന്ന് അറ്റൻഡ് ചെയ്യുക. അതിൻ്റെ ക്ലാസ് ഉണ്ട്, ക്ലാസ് അറ്റൻഡ് ചെയ്യുക. അതേപോലെ തന്നെ അതിൽ ഞാൻ ഈ കണ്ടന്റ് കൊടുത്തിട്ടുണ്ട്, ഈ ചോദ്യങ്ങൾ ഉത്തരം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഒബ്ജക്റ്റീവ് ബാങ്ക് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് തന്നെയാണ് ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നോക്കുക. ഓക്കെ, ഇനി അത് കഴിഞ്ഞാൽ ക്രാഷിൽ നമ്മൾ അടുത്ത് തുടങ്ങാൻ പോകുന്നതാണ് Q&A എന്ന് പറയുന്നത്, ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ്. വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ് Q&A. നമ്മുടെ ഏറ്റവും സക്സസ് ഉള്ള ഒരു സ്ട്രാറ്റജിയാണ് Q&A ആൻഡ് ഒബ്ജക്റ്റീവ് ബാങ്ക് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റീവ് ബാങ്ക് പറയുന്നത് നമുക്ക് 50 മാർക്ക് നേടാൻ വേണ്ടിയിട്ട്, Q&A എന്ന് പറയുന്നത് അടുത്ത 50 മാർക്ക് നേടാൻ വേണ്ടി. Q&Aയിൽ നമ്മൾ കൊടുക്കുന്നത് സബ്ജക്റ്റീവ് കണ്ടന്റുകളാണ്, ഒബ്ജക്റ്റീവ് ബാങ്കിൽ ഒബ്ജക്റ്റീവ് കണ്ടന്റുകളും. സോ സബ്ജക്റ്റീവ് ബാങ്കിൽ കൊടുക്കുന്നത് നമ്മുടെ VSA ക്വസ്റ്റ്യൻ, വെരി ഷോർട്ട് ആൻസർ, SA ക്വസ്റ്റ്യൻ, ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ, ലോങ് ആൻസർ ക്വസ്റ്റ്യൻ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ Q&Aയിൽ കൊടുക്കുന്നത്. ഇപ്പോൾ Q&A എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികൾ ചോദിക്കാൻ, സാർ എന്താണ് ആക്ച്വലി Q&A? നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ സോൾവ് ചെയ്ത് തരാൻ പറ്റുമെന്ന് ചോദിക്കുന്ന കുട്ടികളുണ്ട്. അതേപോലെ തന്നെ ഈ പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യത്തിന്റെ പാറ്റേൺ, അതിന്റെ ആ ഒരു ഫ്രെയിം അടക്കം ഞങ്ങൾക്ക് ആ ഒരു ടെക്സ്റ്റ് എങ്ങനെ വരുന്ന അടക്കം പറയാൻ പറ്റും. ഒരു ചോദ്യം എങ്ങനെയാണെന്നുള്ളത് ക്ലാസ്സും സബ്ജക്റ്റ് ഒക്കെ എടുക്കാൻ ആർക്കും പറ്റും. പക്ഷേ ആ പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കാനും ആ ചോദ്യങ്ങൾ അതിനെക്കുറിച്ച് ക്ലാസ് എടുത്ത് തരാനും പറ്റുമെന്ന് ചോദിക്കുന്ന കുട്ടികൾക്കാണ് ഈ Q&A എന്ന് പറയുന്നത്. Q&Aയിൽ നമ്മൾ 40 മുതൽ 45 വരെയുള്ള ചോദ്യങ്ങളാണ് VSA SA LA കൊടുക്കുന്നത്. ഇതേ ചോദ്യങ്ങൾ തന്നെയാണ് നമുക്ക് അടുത്ത 50 മാർക്കിന് പരീക്ഷയ്ക്ക് വന്നുകൊടുക്കുന്നത്. എന്തായാലും ക്രാഷ് പഠിക്കുന്ന കുട്ടികൾക്ക് 75+ മാർക്ക് നേടാനുള്ള കണ്ടന്റുകളിൽ ഉണ്ടാവും. ഓക്കെ, ഈ Q&Aയിൽ നമ്മൾ കൊടുക്കുന്ന VSA SA LA ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ പറഞ്ഞ 22 ചാപ്റ്റേഴ്സും നമ്മൾ കവർ ചെയ്തിട്ടുള്ള അതിനുള്ള ക്വസ്റ്റ്യൻസ് അതേ പാറ്റേൺ. ഇപ്പോൾ കഴിഞ്ഞ നമ്മുടെ October 24, April 24, അതിന് മുമ്പത്തെ October 23, ഈ 3 ബാച്ചിൻ്റെ, അതേപോലെ തന്നെ അതിന് മുമ്പുള്ള സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറും, ഇനി നമുക്കതിന് ആ ഒരു 4 ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ വെച്ചിട്ട് അതിനുള്ള ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് കണ്ടന്റും, അതുപോലെ തന്നെ പോസിബിലിറ്റി ക്വസ്റ്റ്യൻസും കൂടി വെച്ചിട്ട് അതേ പാറ്റേണിൽ ആ ഒരു ക്വസ്റ്റ്യന് നമ്മൾ ഈ ക്വസ്റ്റ്യൻ Q&Aയിലും ഒബ്ജക്റ്റീവിലും വരുമ്പോൾ ബെനിഫിറ്റ് എന്താ വെച്ചാൽ ഇതേ ക്വസ്റ്റ്യൻസ് തന്നെ, അതിൽ ഒരു ചോദ്യത്തിൽ പോലും ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവില്ല. ഡയറക്റ്റ് അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെയുള്ള കണ്ടന്റാണ് നമ്മൾ Q&Aയിൽ കൊടുക്കുന്നത്. സോ ഈ ഒബ്ജക്റ്റീവ് ബാങ്കും Q&A ആണ് ഇപ്പോൾ നമ്മുടെ ബാസിൽ പോകുന്നത്. ഇതിൽ ഒബ്ജക്റ്റീവ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു, Q&A നമുക്ക് നെക്സ്റ്റ് വീക്കിൽ സ്റ്റാർട്ട് ചെയ്യാണ്. സോ ഈ 2 കണ്ടന്റും കൂടി എടുത്ത് കഴിയുമ്പോഴത്തേക്കിൻ്റെ കുട്ടികൾ റെഡിയാണ് ഫോർ ദ പബ്ലിക് എക്സാമിനേഷൻ. ഫൈനലി നമ്മൾ എന്ത് ചെയ്യും, ഒരു മോഡൽ എക്സാം നിങ്ങൾക്ക് വേണ്ടി കണ്ടക്ട് ചെയ്യും. സോ മോഡൽ എക്സാമിന് ഞാൻ 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് തരും. സോ ആ ക്വസ്റ്റ്യൻ പേപ്പറും കൂടി അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ബേസിക് എടുത്ത എൻ്റെ കുട്ടികൾ, ഒബ്ജക്റ്റീവ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന എൻ്റെ കുട്ടികൾ, ഇനി Q&A എടുക്കാൻ പോകുന്ന എൻ്റെ കുട്ടികൾ, അതിനുശേഷം എൻ്റെ മോഡൽ എക്സാം കൂടി എഴുതി കഴിഞ്ഞ് നിങ്ങൾ പോയി പരീക്ഷ എഴുതിക്കോ, പാസ്സാവും. സോ ഇവിടെ ആരും തോൽക്കില്ല, അഷ്വർഡ് വൺ ആണ് നമ്മൾ ചെയ്യുക. ഇതിന് എന്താ പറയുക, ഇത് ഈ ക്രാഷിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ഒന്നും പഠിക്കാത്ത ആളുകളും കുറച്ച് പഠിച്ച ആളുകളും ഫുള്ള് പഠിച്ച ആളുകൾ ആർക്കും ഇത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ഈസിയാണ് രീതിയിൽ മലയാളം ക്ലാസ്സുകളൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. സിമ്പിളായിട്ട് ഏറ്റവും സിമ്പിൾ ഡിസൈനിലാണ് ഈ ക്ലാസ്സുകൾ കൊടുക്കുന്നത്. ഇത് നമ്മുടെ 5ാമത്തെ സീസണാണ്, സീസൺ 5 ആണ് മക്കളെ. കഴിഞ്ഞ 4 സീസണും നമുക്ക് എല്ലാ കുട്ടികളും വിജയിച്ചത് നമ്മൾ ഈ ഒരു പാറ്റേണിൽ കൊടുത്തിട്ടാണ്. ഇപ്പോൾ ഈ സീസൺ 5 നമ്മൾ പുതുമയോട് കൂടിയിട്ട് കുറേ അപ്ഡേഷൻസ് കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ഈ സീസൺ 5 പോയിട്ടുള്ളത്. സോ അവിടെ നമ്മൾ കണ്ടന്റുകൾ പോകുന്നുണ്ട്. ഏറ്റവും കൂടുതൽ കുട്ടികൾ നമുക്ക് ഇവിടെ ക്രാഷിൽ പഠിക്കുന്നുണ്ട്. സോ അപ്പോൾ അതിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കിയിട്ട് അറ്റൻഡ് ചെയ്താൽ മതി, അത് ഫോളോ അപ്പ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഏപ്രിൽ 2025 വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, ഫുൾ ടെക്സ്റ്റ് ഇനി പഠിക്കാൻ നിൽക്കണ്ട. ഫുൾ പഠിക്കാനുള്ള സമയം നമുക്കില്ല. നമ്മുടെ കയ്യിൽ ഒരു 22 ഡേയ്സ് മാത്രമേ ഉള്ളൂ. സോ ആ ഫുൾ ടെക്സ്റ്റിലോട്ട് പോകണ്ട. നിങ്ങൾ അതിൽ നിന്ന് എന്ത് ചെയ്യുക, ഷോർട്ട് ചെയ്തിട്ട് നമ്മുടെ മെറ്റീരിയലോട്ട്, ബാസിൻ്റെ മെറ്റീരിയലോട്ട് വരിക, സ്റ്റഡി മെറ്റീരിയലോട്ട് വരിക. ആ മെറ്റീരിയൽ തന്നെ ഞാൻ കുറച്ച് സിമ്പിൾ ആക്കിയിട്ട് നമ്മുടെ ക്രാഷിലൊക്കെ കൊടുക്കുന്ന മെറ്റീരിയൽ ഒബ്ജക്റ്റീവ് ബാങ്ക് ഉണ്ട്. ഒബ്ജക്റ്റീവ് ബാങ്ക് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഫുൾ ആയിട്ട് ഇരുന്ന് നോക്കുക. ഒബ്ജക്റ്റീവ് ബാങ്ക് ഫുൾ നോക്കിയാൽ ഇന്നുള്ള ക്വസ്റ്റൻസ്, ഒബ്ജക്റ്റീവ് ക്വസ്റ്റൻസ് ഒക്കെ അതിന് കിട്ടും. അതേപോലെ തന്നെ നമ്മുടെ Q&A മെറ്റീരിയൽ കൊടുക്കുന്നുണ്ട്. സോ Q&A മെറ്റീരിയലും കൂടി അറ്റൻഡ് ചെയ്യുക. സോ ഈ 2 കണ്ടന്റുകൾ തന്നെയാണ്. ഇത് എക്സാം ഓറിയൻറ്റഡ്, അത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്.
ചെയ്യുന്നതാണ്. സോ ഇതന്നെ നിങ്ങൾ ഇത് പ്രിപ്പയർ ചെയ്ത് പോയാൽ മതി. സോ ഈ ഫുൾ ടെക്സ്റ്റ് ഇനി വായിക്കാൻ നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് ഇതിലോട്ട് നമ്മളിപ്പോൾ പോകണ്ട. സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് നോക്കാം, ഓരോ ചാപ്റ്റേഴ്സിന് സ്റ്റഡി മെറ്റീരിയൽ നോക്കാം. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക, ഫൈനലി ഇത് വെച്ചിട്ട് വേണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ April 25 എക്സാമിനേഷന് വേണ്ടിയിട്ട് ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല, കുറച്ച് പഠിച്ചു തുടങ്ങിയിട്ടുള്ളൂ എന്നൊക്കെ പറയുന്ന കുട്ടികൾക്കാണ് ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം മാത്രം ഫോക്കസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് 75+ മാർക്ക് കിട്ടാനുള്ള കണ്ടന്റുകളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. സോ ഈ ഒരു കാര്യമാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഒരാൾക്കും ഈ ഒരു NUS എക്സാമിനേഷൻ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ അറ്റൻഡ് ചെയ്താൽ തന്നെ നല്ല മാർക്കോട് കൂടി വിജയിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഈ കുട്ടികളോട് പറയുകയാണ്, നമ്മൾ ഈ പറഞ്ഞ പാറ്റേണിൽ നിങ്ങൾ വരിക, ഈ ഒരു മെറ്റീരിയൽ കൊടുക്കുമ്പോൾ ഇതിൽ തന്നെ ഞാൻ ആഡ് ചെയ്തിട്ട് കുട്ടികൾക്ക് എക്സാം എങ്ങനെ എഴുതണം, എക്സാം അറ്റൻഡിങ്ങിൻ്റെ ഒരു മെത്തേഡും കൂടെ പറഞ്ഞു കൊടുക്കുന്നു. സോ ആ എക്സാം അറ്റൻഡ് ചെയ്യണം എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സോ അത് അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു അറിയാത്ത ചോദ്യമാണെങ്കിൽ പോലും നമുക്കതിന് ഈ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ ഈ കൊടുക്കുന്ന കണ്ടന്റ് വെച്ചിട്ട് അതിൽ ഉത്തരം എഴുതി കൊടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് എൻ്റെ കുട്ടികൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ സയൻസ് വിഷയങ്ങൾ, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, നിങ്ങൾ കണ്ടിട്ടോ ഇങ്ങനത്തെ സബ്ജക്ട്സ് ഒന്നും ആരും പ്രോപ്പർ ക്ലാസ് കൊടുക്കില്ല. കാരണം ഇത് ടഫ് സബ്ജക്ട്സ് ആണ്, അവരെന്നെ വിലയിരുത്തിയാണ്. പക്ഷേ നമുക്കിത് ഈസി സബ്ജക്ട്സ് ആണ്. നമ്മുടെ കുട്ടികൾ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ സയൻസ് സബ്ജക്ട്സിൽ ജയിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ കണ്ടന്റുകൾ അതിൻ്റെ അടിത്തറയാണ്, അതിൻ്റെ ഫൗണ്ടേഷൻ ബേസ് ആണ്. സോ അത് വെച്ചിട്ടാണ് നമ്മൾ കുട്ടികൾ കാതലായിട്ടുള്ള ഈ ഭാഗം പഠിച്ചിട്ടാണ് നമ്മുടെ കുട്ടികൾ ഈ പറഞ്ഞ സബ്ജക്ട്സുകളൊക്കെ ഈസി ആയിട്ട് സ്കോർ ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്കറിയാം ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ്, SSLC ഒക്കെ പോലത്തെ എല്ലാ സബ്ജക്ട്സുകൾക്കും നമ്മൾ ഈ പറഞ്ഞ ഒബ്ജക്റ്റീവ് ബാങ്ക് Q&A കണ്ടന്റ് ഉണ്ട്. സോ ഈ ഒരു കണ്ടന്റുകളും കൂടി നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ഇത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിനേഷന് ഫുള്ളായിട്ട് ഇപ്പോൾ നോക്കൂ, നമ്മളിപ്പോൾ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇത് ഏത് പഠിക്കണം, സ്റ്റഡി മെറ്റീരിയൽ എടുക്കുന്നു. നമ്മൾ ഇപ്പോൾ മാർക്ക് കുറവുള്ള ഒരു മാർക്കിന് വരുന്ന 2 മാർക്കിന് വരുന്ന പാഠം നമ്മൾ 2 ദിവസം 3 ദിവസം ഇരുന്ന് പഠിക്കുന്നു. 10 മാർക്കിന് വരുന്ന ചാപ്റ്റർ പഠിക്കാൻ നമുക്ക് സമയമില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് മാർക്ക് വെയിറ്റേജ് അറിയാതെ നമ്മൾ പഠിക്കുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പരീക്ഷയ്ക്ക് വരുമ്പോൾ 1 മാർക്ക് കിട്ടുന്ന ചാപ്റ്റർ നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ടാവും. ഇത് ഏത് ക്വസ്റ്റ്യൻ നമ്മൾ എഴുതാൻ കോൺഫിഡൻ്റ് ആയിരിക്കും, പക്ഷേ അതിന് 1 മാർക്കിന് ചോദ്യം വരുള്ളൂ. എന്നാൽ 10 മാർക്കിന് ചോദ്യം വരുന്ന ചാപ്റ്റർ ചിലപ്പോൾ നമുക്ക് അറിയുണ്ടാവില്ല. അപ്പോൾ അതറിയാതെ നമ്മൾ പഠിക്കാതെ പോയി കഴിഞ്ഞാൽ 10 മാർക്ക് നമുക്ക് കഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് കുറച്ച് ബുദ്ധിപരമായിട്ടൊക്കെ ചിന്തിക്കുക, ഓവർ ബുദ്ധി ഒന്നും വേണ്ട, കോമൺ സെൻസ് മതി. നമ്മൾ എന്ത് ചെയ്യണം, NUS എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒന്നാമത് നോക്കേണ്ടത് അതിൻ്റെ സിലബസ് ആണ്. സിലബസ് എന്താ നോക്കുക, അതിൽ തന്നെ അടുത്ത് നമ്മൾ നോക്കേണ്ടത് ഇതിൻ്റെ മാർക്കിൻ്റെ വെയിറ്റേജ് ആണ്. ഏതൊക്കെ പാഠത്തിന് എത്ര മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് വരുന്നത് മാർക്ക് വെയിറ്റേജ്, ആ വെയിറ്റേജ് അനുസരിച്ചുള്ള പാഠങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന പാഠങ്ങൾ ഫസ്റ്റ് പഠിക്കുക, ബാക്കി ഇങ്ങനെ പ്രയോറിറ്റി കുറച്ച് കൊണ്ടുവരിക. അതേപോലെ തന്നെ നമ്മൾ നോക്കേണ്ടത് എക്സാമിന് വരുന്ന പാറ്റേൺ ക്വസ്റ്റ്യൻസ്, എക്സാം പാറ്റേൺ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അടുത്തതായിട്ട് നോക്കേണ്ടതായിട്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. സോ ഇതാണ് നമ്മൾ ഈ ഒരു ക്രാഷിൽ കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ എൻ്റെ കുട്ടികളൊക്കെ ഇത് പഠിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഒരു പറയുന്ന കാര്യം April 25 എക്സാമിനേഷന് വേണ്ടിയിട്ടാണ്. ഈ പാറ്റേൺ ഫോളോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഒരാളും തോൽക്കില്ല. കാരണം എന്താ, ജസ്റ്റ് അറ്റൻഡ് ചെയ്താൽ തന്നെ നമ്മൾ ഈ പറഞ്ഞ കണ്ടന്റ് വെച്ചിട്ട് ചുമ്മാ അറ്റൻഡ് ചെയ്താൽ തന്നെ നമുക്ക് ഈ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇതാണ് NUS April 2025 ജയിക്കാനുള്ള ഏറ്റവും സക്സസ്ഫുൾ മന്ത്രം എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഒരിക്കലും തോൽക്കേണ്ട കാര്യമില്ല. നമ്മൾ തോൽക്കെങ്ങനെ, നമ്മൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഒന്നും അറിയാതെ ചോദ്യം വായിച്ചു നോക്കും, നമുക്കത് അറിയില്ല. നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ട് പോയിരുന്നു, നമുക്കറിയില്ല. നമ്മളായിട്ടൊന്നും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്ക് കിട്ടത്തില്ല, വെറുതെ മാർക്ക് ഇട്ടരുത്തരത്തില്ല. സോ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മളൊന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, ഒന്ന് ട്രൈ ചെയ്താൽ മതി. നിങ്ങൾ ഇതൊന്നും ജസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾ ജസ്റ്റ് പോയിട്ട് അറ്റൻഡ് ചെയ്ത് നോക്കൂ, നിങ്ങൾ പാസ്സാവും. നമ്മൾ അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ 4 സീസണുകളിലും നമ്മുടെ കുട്ടികളൊക്കെ ഈ ഒരു മെത്തേഡ് യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ഈ ഒരു എക്സാമിനേഷൻ ഏറ്റവും സിമ്പിളായിട്ട് പാസ്സായി പോകുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്കത് ഈസി ആയിട്ട് പാസ്സാകാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞ വീഡിയോയിൽ NUS April 2025 എല്ലാവർക്കും ജയിക്കാൻ വേണ്ടിയുള്ള കുറച്ച് ടിപ്സാണ് പറഞ്ഞുള്ളത്. മക്കളത് എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നുണ്ട്. സോ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇനി എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റ് ചെയ്താൽ ഞാൻ റിപ്ലൈ തരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു എക്സാമുമായി ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക, ഞാൻ റിപ്ലൈ തരും. ഓക്കെ, അപ്പോൾ ഇനിയും ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ഇതാ ബാസ് ക്രാഷ് കോഴ്സിന്റെ സീസൺ 5 അഡ്മിഷൻ ലാസ്റ്റ് ബാച്ച് അഡ്മിഷൻ ഈ വീക്കും കൂടെ നടക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലോട്ട് ജസ്റ്റ് ഒരു വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചാൽ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുന്നതാണ്. സോ വേഗം തന്നെ ജോയിൻ ചെയ്യുക. നമ്മളിതാ ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മളിതാ April 25 എക്സാമിനേഷൻ എല്ലാവരും വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള ജേർണിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ജേർണിയിൽ എല്ലാവരും പങ്കെടുക്കുക. നമുക്ക് എല്ലാവർക്കും April 25 എക്സാമിനേഷൻ ഫുൾ മാർക്കോട് വിജയിക്കണം. ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നുണ്ട്. അടുത്തൊരു വീഡിയോയിലും വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.